സംസ്കൃതിയുടെ ലൈവ് റിവിഷൻ PYQ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് PYQ ലൈവ് പ്രാക്ടീസ് സെക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് PYQ പ്രാക്ടീസ് സെഷൻ പാർട്ട് 1 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് പൊല്യൂട്ടൻസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പറഞ്ഞു പൊല്യൂട്ടൻസ് എഫക്ട് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അതിനകത്ത് പല പൊല്യൂട്ടൻസ്, എസ്പെഷ്യലി നമുക്ക് മെർക്കുറി, ലീഡ്, നൈട്രസ് ഓക്സൈഡ്, സൾഫ്യൂരിക് ഓക്സൈഡ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഓർഗൻസിനെയാണ് ബാധിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, എക്സ്പോഷർ ടു മെർക്കുറി ക്യാൻ ബി എയ്തർ ത്രൂ ഫുഡ് ചെയിൻ ഓർ ഇൻ ദ വർക്ക് പ്ലേസ്. എന്താണ് മെർക്കുറി എക്സ്പോഷർ? നമുക്ക് ഫുഡ് ചെയിനിലൂടെയും വരാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന് നമുക്ക് മെർക്കുറി എക്സ്പോഷർ കിട്ടാൻ സാധിക്കും. അതാണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2, പോയിസണിങ് ബൈ ഇൻഓർഗാനിക് മെർക്കുറി റിസൾട്ട് ഇൻ ഡാമേജ് ഓഫ് സെൻട്രൽ നെർവൽ സിസ്റ്റം. ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് ഉത്തരം? ഏതാണ് ഉത്തരം? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. എന്താണ് സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ്. ഏതാണ് ഉത്തരം? എഗെയിൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 2 തവണയെങ്കിലും വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ്. ഏതാണ് ആൻസർ? നമുക്ക് ഫുഡ് ചെയിനിലൂടെ മെർക്കുറി എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിൽ പോകാനുള്ള സാധ്യതയുണ്ടോ? സംടൈംസ് നമ്മൾ പറയാറില്ലേ, നമ്മൾ ചില ഫിഷ് ഐറ്റംസ് എല്ലാം കഴിക്കുമ്പോൾ ഫിഷിൽ മെർക്കുറിയുടെ അളവ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചില സമയത്ത്, അല്ലെങ്കിൽ എന്താണ് ചില സീസൺസിലൊന്നും വലിയ ഫിഷസ് കഴിക്കരുതെന്ന് പറയാറുണ്ട് നോർമലി. സോ നമ്മൾ മെയിൻലി നമ്മുടെ ഫുഡ് ചെയിനിലൂടെ നമുക്ക് എങ്ങനെയാണ് മെർക്കുറി മനുഷ്യന്റെ ഉള്ളിൽ പോകുന്നതെന്ന് വെച്ചാൽ ഫിഷസിലൂടെയാണ്. ഫിഷ്, ഷെൽ ഫിഷ്, ഇതിലൊക്കെ ഒരുപാട് മെർക്കുറിയുടെ അളവുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിൽ മെർക്കുറി പോകാറുണ്ട്. അത് എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 പറയുന്നത് ഇൻഓർഗാനിക് മെർക്കുറി എന്താണ് റിസൾട്ട് ഇൻ ഡാമേജ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ എന്താണ് ഇൻഓർഗാനിക് മെർക്കുറി, അതായത് നാച്ചുറൽ ആയിട്ട് ഫോം ആകാത്ത കെമിക്കൽ മെർക്കുറി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഫോൾസ് ആണോ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഫോൾസ് ആണോ? കറക്റ്റ് ആണ്. ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ. ജസ്റ്റ് മെർക്കുറിയെ പറ്റി നമുക്ക് നോക്കാം. മെർക്കുറി ഈസ് എ നാച്ചുറലി ഒക്കറിംഗ് എലമെന്റ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഇൻ ദ ഫിഷ് ആൻഡ് സെൽഫിഷ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് മെർക്കുറി. ബട്ട് ഇൻ കേസ് ഇൻഓർഗാനിക് മെർക്കുറി, ഓക്കെ, ഇറ്റ്സ് ഹൈലി ടോക്സിക് ആൻഡ് ഇറ്റ് ക്യാൻ ഡാമേജ് കിഡ്നി, ലിവർ ആൻഡ് ലങ്സ്. ഓർത്തിരിക്കുക, ഇൻഓർഗാനിക് മെർക്കുറി ഡാമേജ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? കിഡ്നി, ലിവർ ആൻഡ് ലങ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ഡിഫറെന്റ് ലെവൽസ് ഓഫ് വാട്ടർ കാറ്റഗറി ആൻഡ് അതിന്റെ pH വാല്യൂ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിയുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു 2 ആൻസർ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇഫ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് ദ 4 ആൻസേഴ്സ്. ഓക്കെ, നോർമൽ വാട്ടറിന്റെ pH വാല്യൂ എത്രയാണ്? 7. So obviously നമുക്ക് A we can match with 4. then 3 ഓപ്ഷൻ A. then B, റെയിനി വാട്ടർ ആൽക്കലൈൻ നേച്ചർ ആണോ അസിഡിക് നേച്ചർ ആണോ? നോർമലി നമുക്കുള്ള റെയിൻ വാട്ടർ ലിറ്റിൽ ബിറ്റ് അസിഡിക് ഇൻ നേച്ചർ ആണ്. സോ ഇറ്റ്സ് 5 to 6 ആണ് റെയിൻ വാട്ടറിന്റെ pH വാല്യൂ. then ആസിഡ് റെയിൻ വാട്ടർ ഒബ്വിയസ്ലി ലെസ് ദാൻ 5 ആയിരിക്കും. ഓക്കെ, നമ്മൾ 7ലും മുകളിലാണെങ്കിൽ ആൽക്കലൈൻ നേച്ചറും 7ന് താഴെയാണ് pH വാല്യൂ എങ്കിൽ അസിഡിക് നേച്ചറും ആണ് ഉള്ളത്. ക്ലിയർ ആയിട്ട് പറയാം. സോ നോർമൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നോർമൽ വാട്ടറിന്റെ pH വാല്യൂ 7 ആണ്. ഓക്കെ, ഇനി അസിഡിക് നേച്ചറുള്ള സബ്സ്റ്റൻസിന്റെ എല്ലാം pH വാല്യൂ 7ൽ കുറവായിരിക്കും. ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 7ൽ കുറവായിട്ടുള്ള വാല്യൂ, അത് 6, 5, 4, 3, അത് കുറയുന്നതനുസരിച്ച് അസിഡിറ്റിയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 7ൽ കൂടുതൽ വാല്യൂ ഉള്ളത്, അതായത് 8, 9, 10, ഇതെല്ലാം ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, സോ ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, നോർമൽ വാട്ടറിന്റെ pH വാല്യൂ 7 ആണ്. pH വാല്യൂ 7ൽ കുറഞ്ഞ ഏത് നമ്പർ വന്നാലും അത് അസിഡിക് നേച്ചർ ആയിരിക്കും ഉള്ളത്.
pH വാല്യൂ കൂടുതൽ, അതായത് ആൽക്കലൈൻ നേച്ചർ, ഉപ്പുരസമുള്ള സാധനങ്ങൾ, സോപ്പ്, ഇതൊക്കെ ആൽക്കലൈൻ നേച്ചർ ആണ്. അതിന്റെ pH വാല്യൂ 7 കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? യെസ് മാം, ക്ലിയർ ആയി. ഓക്കെ. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്താണോ നോർമൽ വാട്ടർ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും, അസിഡിക് ആയിട്ടുള്ള ഇതിനകത്ത് അസിഡിക്കും മാച്ച് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷൻസ് മാച്ച് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് സെയിം ഇനി വാട്ടർ ഹാർഡ്നെസ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് സെയിം ടോപ്പിക്കിന്റെ അണ്ടറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ നമുക്ക് എന്താണ് 5 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. 5 സ്റ്റേറ്റ്മെന്റ്സ് വാട്ടർ ഹാർഡ്നെസ്സിനെ പറ്റി പറയുന്നതാണ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്? ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ അയൺസ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കാൽഷ്യം മഗ്നീഷ്യന്റെ അയൺസ് കൊണ്ടാണ് വാട്ടറിൽ ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. ദെൻ ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ്, ടെമ്പററി ആൻഡ് പെർമനന്റ്. പെർമനന്റ് ഹാർഡ്നെസ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ബൈ ഹീറ്റിംഗ് ദ വാട്ടർ. സ്ഥിരകാഠിന്യമുള്ള വാട്ടറിനെ നമുക്ക് ഈസി ആയിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ വാട്ടറിന്റെ ഹാർഡ്നെസ് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then next statement, hardness causes scales in hot water pipe system. The last statement, hardness decrease the soap consumption. Okay, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഇതിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്കിപ്പോ ഇതിൽ ഒരു 4-5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് 1-2 സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസിലേക്ക് എത്തിച്ചേരാം. ആൻഡ് ഇഫ് യു ആർ വെരി thoroughly റീഡ് ദിസ് ടോപ്പിക് ആൻഡ് ഗുഡ് വിത്ത് ദിസ് കണ്ടന്റ് മീൻസ് നമുക്ക് നമ്മുടെ നോളജ് വെച്ചിട്ടും ഇതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അല്ലെ, ഇത് ഏതൊക്കെയാണ് കറക്റ്റ്? ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് സി, പെർമനന്റ് ഹാർഡ്നെസ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ബൈ ഹീറ്റിംഗ് ദ വാട്ടർ. വാട്ടർ ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ വാട്ടറിന്റെ ഹാർഡ്നെസ് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. വളരെ ഹാർഡ് ആയിട്ടുള്ള വാട്ടർ ജസ്റ്റ് നമ്മൾ തിളപ്പിച്ചാൽ അതിന്റെ ഹാർഡ്നെസ് പോകാറില്ല, അതിന്റെ ആ ചൊവ്വയും ഹാർഡ്നെസ്സും അവിടെ തന്നെ സ്റ്റേ ചെയ്യാറുണ്ട്. സോ നമുക്ക് ഓപ്ഷൻ സി ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഓപ്ഷൻ സി ഇല്ലാത്ത ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, ദാറ്റ് ഈസ് 2A-B-D. എ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ അയൺസ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. കറക്റ്റ് ആണ്. വാട്ടർ ഹാർഡ്നെസ്സിന് കാരണമാകുന്നത് എന്താണ്? കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും, വെള്ളത്തിലുള്ള കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെ അയൺസ് മൂലമാണ് നമുക്ക് വാട്ടർ ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സോപ്പ് പതയത്തില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ആ വാട്ടറിൽ ഹാർഡ്നെസ് കൂടുതലുള്ളത് കൊണ്ടാണ് സോപ്പ് പതയാത്തത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ്, പെർമനന്റ് ആൻഡ് ടെമ്പററി. നമുക്ക് പെർമനന്റ് ഉണ്ട്, ടെമ്പററി ഉണ്ട്. ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ് ഉള്ള വാട്ടർ ആണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് തിളപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഹാർഡ്നെസ് പോകും. ബട്ട് എന്താണ്, പെർമനന്റ് ആയിട്ടുള്ള ഹാർഡ്നെസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് തിളപ്പിച്ചാലൊന്നും അത് പോകത്തില്ല, അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് തന്നെ വേണം. ദെൻ ഡി, ഹാർഡ്നെസ് കോസസ് സ്കെയിൽസ് ഇൻ ദ ഹോട്ട് വാട്ടർ പൈപ്പ് സിസ്റ്റം. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് എപ്പോഴും നമ്മൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് തരുന്ന ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ക്വസ്റ്റ്യനെ തന്നെ കറക്റ്റ് ആൻസറിലേക്ക്, ഒരു ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് NDAയുടെ ഒരു 5-6 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എയർ പൊല്യൂഷന്റെ അണ്ടറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ സിലബസിൽ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് അറ്റ്മോസ്ഫിയർ, എന്താണ് അറ്റ്മോസ്ഫിയറിന്റെ വേരിയസ് ലെവൽസ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which one of the following is responsible for the negative radiative forcing or cooling of the atmosphere? Water vapor, tropospheric ozone, stratospheric ozone and black carbon. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്താണ് ഓസോൺ ഉള്ളത്. അപ്പൊ ഓസോൺ ലെയർ ഉള്ളത് കൊണ്ടാണ് എന്താണ് നമ്മൾക്ക് സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് റേസിനെ അതെന്താണ് അവിടെ തരണം ചെയ്തിട്ട് നമ്മൾ എർത്തിനെ കൂളായിട്ട് കീപ്പ് ചെയ്യുന്നത് ഓസോൺ ലെയർ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് 2 ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം വാട്ടർ വേപ്പറും അല്ല ബ്ലാക്ക് കാർബണും അല്ല, നമുക്ക് തീർച്ചയായിട്ടും വരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫെറിക് ഓസോൺ ആണോ അതോ സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ആണോ എന്നാണ് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ളത്. എന്താണ് ട്രോപ്പോസ്ഫെറിക് ഓസോൺ? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്താണ് ട്രോപ്പോസ്ഫെറിക് ഓസോൺ?
സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ നമുക്ക് എല്ലാവർക്കും അറിയാം, നോർമലി ഉള്ള ഓസോണിന്റെ ഒരു കവറിങ്ങിനാണ് സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ എന്ന് പറയുന്നത്. എന്താണ് ട്രോപ്പോസ്ഫിയറിക് ഓസോൺ? സോ ട്രോപ്പോസ്ഫിയറിക് ഓസോൺ എന്ന് പറഞ്ഞാൽ ഒരു പൊല്യൂട്ടന്റ് ആണ്. കെമിക്കൽ, അതായത് നമ്മുടെ ഓസോണിന്റെ ലോവർ ഓസോൺ ലെവലിൽ ട്രോപ്പോസ്ഫിയറിൽ കെമിക്കൽ റിയാക്ഷൻസ് മൂലം എന്താണ് ഉണ്ടായി വരുന്ന ഓസോൺ ആണ്. അത് നാച്ചുറലി ഉണ്ടാവുന്ന ഓസോൺ അല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരുപാട് ഫ്ലൂറോ കാർബൺസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മൂലം നമ്മുടെ എന്താണ് ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഒരു പൊല്യൂട്ടന്റ് ആണ് ട്രോപ്പോസ്ഫെറിക് ഓസോൺ. ഈ ട്രോപ്പോസ്ഫെറിക് ഓസോൺ ഹൈലി ഡേഞ്ചറസ് ആൻഡ് എന്താണ് ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലം ടു അവർ നെർവസ് സിസ്റ്റം, ദെൻ ഇൻഹേലിംഗ് പ്രോബ്ലംസ്. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലർ പറയത്തില്ല അവിടെ പോയി പുക ശ്വസിച്ച് മരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ. അതായത് ഓസോണിന്റെ അളവ്, ട്രോപ്പോസ്ഫെറിക് ഓസോണിന്റെ അളവ് ഒരു പർട്ടിക്കുലർ പരിധിയിൽ കൂടിപ്പോയ ആൾക്കാർക്ക് ശ്വാസം മുട്ടല്, ഇച്ചിങ്, then it will damage our kidney, nervous system, etc. Okay, ഓർത്ത് വെക്കുക, ട്രോപ്പോസ്ഫെറിക് ഓസോൺ ഇറ്റ്സ് എ പൊല്യൂട്ടന്റ് ആൻഡ് ഇറ്റ് വിൽ അഫക്ട് ദ ഹ്യൂമൻ ലൈഫ്. സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ആണ് നോർമലി നമുക്കുള്ള ഓസോൺ ലെയർ, അതൊരു പൊല്യൂട്ടന്റ് അല്ല. സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ആണ് എന്താണ് UV റേഡിയേഷനെ പ്രിവെന്റ് ചെയ്ത് നമ്മുടെ എർത്തിനെ കൂൾ ചെയ്ത് വെക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആ രണ്ട് ഓപ്ഷൻ, റിമൈനിങ് 2 ഓപ്ഷൻസ് കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. വാട്ടർ വേപ്പർ. അപ്പം ഓർത്തിരിക്കുക, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇതിനെ എന്താണ് അബ്സോർവ് ചെയ്ത് ആ ഭൂമിയെ ഒന്ന് ചൂടാക്കി വെക്കുന്നത് വാട്ടർ വേപ്പർ ആണ്. ഓക്കെ, ദെൻ ബ്ലാക്ക് കാർബൺ ഇറ്റ്സ് അരിസോൾ. അരിസോൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിലബസിൽ കവർ ചെയ്ത് വേരിയസ് ടൈപ്സ് ഓഫ് അരിസോൾസ്, സ്മോഗ്. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത പോർഷൻസ് ആണ്. അപ്പൊ ബ്ലാക്ക് കാർബൺ എന്ന് പറയുന്നത് ഒരു അരിസോൾ ആണ്. ഓർത്തിരിക്കുക, എന്താണ് UV റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നത് ഓസോണും ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നത് വാട്ടർ വേപ്പറുമാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് എന്താണ് ഒരു 2022 വരെ നമുക്ക് നെറ്റ് എക്സാം പാറ്റേൺ വെച്ചിട്ട് നമുക്ക് വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഡയറക്ട്ലി അവർ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ 2023 നമുക്ക് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട്, സോ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CBOD? CBOD എന്താണ്? ഓപ്ഷൻ 1 കമ്പാരിറ്റീവ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, then 2 കോമൺ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, 3 കാർബണേഷ്യസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ആൻഡ് 4 ക്ലാസിഫൈഡ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഏതാണ് ഉത്തരം? Carbonaceous biochemical oxygen. കാർബണേഷ്യസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? സോ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിസോൾഡ് ഓക്സിജൻ that microorganism need to break down organic materials in the water. Okay, അതായത് വാട്ടറിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളത്തിലുള്ള ഡിസോൾഡ് ഓക്സിജൻ. വെള്ളത്തിന്റെ ഉള്ള ഡിസോൾഡ് ഓക്സിജന്റെ അളവ് കുറഞ്ഞു വന്നാൽ എന്താണ്, ഈ മൈക്രോ ഓർഗാനിസത്തിന് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കത്തില്ല, വീണ്ടും പൊല്യൂഷൻ കൂടും. ഓക്കെ, അതാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. CBOD എന്ന് പറഞ്ഞാൽ കാർബണേഷ്യസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ കാർബണേഷ്യസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് or CBOD, it is a method, okay, defined test measures by depletion of dissolved oxygen by biological organisms in a body of water in which the contribution from the nitrogenous bacteria has been suppressed. ഇവിടെ ഓർത്തിരിക്കുക, കാർബണേഷ്യസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ടു നൈട്രോജനസ് ബാക്ടീരിയ. ഇനിയും നമുക്കൊരു ഫ്യൂച്ചറിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഈ CBOD ഏത് കാറ്റഗറി ബാക്ടീരിയസുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ വീണ്ടും നമുക്ക് പ്രോട്ടോകോൾസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ is a multilateral environment agreement that regulates the production and consumption of nearly 100 man-made chemicals. Statement 2, Montreal Protocol, it is an international treaty designed to protect environment. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ച് വായിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബിക്കോസ് അഗെയിൻ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ടു കൺഫ്യൂസിങ്. ഓക്കെ, സോ നിങ്ങൾ ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ്, ക്യോട്ടോ പ്രോട്ടോകോൾ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഗൈഡ്സിലോ ടെക്സ്റ്റിലേക്കാൾ അറ്റ് പ്രസന്റ് ആ സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക.
ഓക്കെ, ഇപ്പം UNFCCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ എക്സാക്ട് ആയിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ UNFCCയുടെ സൈറ്റിൽ കയറി മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് ടൈപ്പ് ചെയ്താലും ഫസ്റ്റ് വരുന്ന സെന്റൻസ് ഇതാണ്: മോൺട്രിയൽ പ്രോട്ടോകോൾ is a multilateral environmental agreement that regulates the production and consumption of nearly 100 man-made chemicals. Okay, and obviously it is a international treaty designed to protect environment. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. സോ ഇതുപോലെയാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ UNFCCയുടെ സൈറ്റിൽ മോൺട്രിയൽ പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതുപോലെയാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താണ്? is protocol on substance that depletes the ozone layer. Okay, Montreal Protocol ozone layer depletionുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒന്നുകൂടെ പാരീസ് അഗ്രിമെന്റ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? Kyoto Protocol. ക്യോട്ടോ പ്രോട്ടോകോളിനെ റീപ്ലേസ് ചെയ്താണ് പാരീസ് അഗ്രിമെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ പാരീസ് അഗ്രിമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് അതിന്റെ എയിം? Sometimes they will ask greenhouse gas. Yeah. Yes, correct. Greenhouse gases. Correct. എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാരീസ് അഗ്രിമെന്റ്. അപ്പൊ ഇവർ ചില സമയത്ത് UGC NDA ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ചാൽ അവർ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ മോൺട്രിയൽ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് അഗ്രിമെന്റ് ആൻഡ് ഇപ്പുറത്തെ വശത്ത് എന്താണ് അവർ ചോദിക്കും, ഇതിന്റെ എയിം വൺ ഈസ് ഓസോൺ ഡിപ്ലേഷൻ, വൺ ഈസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ആൻഡ് മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, so it's very important topic: Montreal Protocol, Kyoto Protocol, then what is in the Environmental Protection Act, Paris Agreement, then one more is there, Convention of Biodiversity. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ട് പോകണം എക്സാമിന് മുമ്പ്. നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു 80% നമുക്കൊരു ചാൻസ് ഉണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 R's used for the mitigation of solid waste. നമുക്ക് സിലബസിൽ ഒരു ടോപ്പിക് ആണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറഞ്ഞു: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. കറക്റ്റ്. നമ്മൾ എപ്പോഴും പറയാലോ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് വൈ ഐ ആം നോട്ട് ആഡിങ് എക്സ്പ്ലനേഷൻ ഹിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിപ്പോ ഓരോ വർഷം കഴിയും തോറും നെറ്റ് എക്സാമിന് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് ആൻഡ് വെരി ടൈം കൺസ്യൂമിങ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഫേസിങ് ദി ഇഷ്യൂ എന്താണ്? അവർക്ക് ആ കറക്റ്റ് 3 മണിക്കൂറിൽ ഈ ആൻസർ എല്ലാം ചെയ്ത് തീർക്കാൻ സാധിക്കുന്നില്ല, ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ നമ്മൾ എപ്പോഴും വളരെ പെർട്ടിക്കുലർ ആയിട്ട് പിൻ പോയിന്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which of the following statements are correct in respect of greenhouse gases? Okay, option A, they are generally of light green color. എന്താണ്? ചെറിയ പച്ച കളർ, ലൈറ്റ് പച്ച കളർ ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസിന്. They absorb thermal radiation emitted by earth. Water vapor is a greenhouse gas. Greenhouse gases cause global warming. Ammonia is a greenhouse gas. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു NDAയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് ഒന്നിൽ കൂടുതൽ 5 or 6 സ്റ്റേറ്റ്മെന്റ്സ് വന്നിരിക്കുന്നതിൽ ഒരു 1 or 2 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്കും എത്തിച്ചേരാൻ സാധിക്കും. സോ ഇതിൽ ഏറ്റവും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏതാണത്? ഫസ്റ്റ് ഓപ്ഷൻ. അതെ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താണ്? ചെറിയ ഗ്രീൻ കളറിലാണുള്ളത്. A ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ തന്നെ ഉണ്ടോ A ഇല്ലാത്ത ഒരേ ഒരു ആൻസറേ ഉള്ളൂ 3, D, C, D. ഓക്കെ, എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ലോജിക്കൽ ഗെസ്സിംഗ് മെത്തേഡ് വേണം യൂസ് ചെയ്യാൻ. ഒന്ന് ഓക്കെ, നമുക്ക് ആൻസർ പറഞ്ഞു പോകാം. സോ ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ്സ് എ റോങ് ഓപ്ഷൻ. എന്താണ്? ദേ ആർ നോട്ട് ഇൻ ലൈറ്റ് ഗ്രീൻ കളർ. ദേ അബ്സോർബ് തെർമൽ റേഡിയേഷൻ എമിറ്റഡ് ബൈ എർത്ത്. ഇപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻ ആയിരുന്നു, ഓപ്ഷനിൽ നമ്മൾ വാട്ടർ വേപ്പറിൽ പറഞ്ഞിരുന്നു ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഈ റേഡിയേഷൻ എല്ലാം അബ്സോർവ് ചെയ്തിട്ട് നമ്മുടെ എർത്തിനെ വാം ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. വാട്ടർ വേപ്പർ ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. കറക്റ്റ്. ദെൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കോസ് ഗ്ലോബൽ വാർമിംഗ് അല്ലെ?
ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരു പരിധിയിൽ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എർത്തിൽ ചൂട് കൂടും അല്ലെ? ഗ്രീൻ ഹൗസ് ഗ്യാസസ് നോർമലി എന്താണ്? നമ്മുടെ എർത്തിനെ വാം ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഗ്യാസസ് ആണ്. ഒരു പരിധി കൂടുതൽ ഇതിന്റെ അളവ് കൂടുമ്പോൾ എന്താണ്? എക്സസ് വാർമിംഗ് സംഭവിക്കും. അതാണ് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. ഇ, അമോണിയ ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അമോണിയ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. അപ്പൊ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസിന് പഠിച്ചിരിക്കേണ്ട ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തോളാം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം സ്പെസിഫിക് ആയിട്ട്. സംടൈംസ് ദേ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്. എന്താണ്, എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് സമയപരിമിതി മൂലം ഇവിടെ ആഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വിച്ച് among the following is ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, എന്നിട്ട് നമ്മളോട് കറക്റ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്ന ഓപ്ഷൻസ് മാർക്ക് ചെയ്യാൻ ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a water body gets enriched with nutrients, a process is called. അതായത് ഒരു വാട്ടർ ബോഡിയിൽ ഒരുപാട് ന്യൂട്രിയൻസ്, എക്സസ് ന്യൂട്രിയൻസ് ആയി കഴിഞ്ഞാൽ അതിനെ എന്താണ് പറയുന്നത്? എന്താണ്? യൂട്രോഫിക്കേഷൻ. ഇത് നമ്മുടെ ഒരു ടിപ്പിക്കൽ, നമ്മുടെ എൻവയോൺമെന്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് യൂട്രോഫിക്കേഷൻ, എന്താണ് ഒളിഗോട്രോഫിക്കേഷൻ, മീസോട്രോഫിക്കേഷൻ. ഇതെല്ലാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് സിലബസിലെ പീപ്പിൾ ഇന്ററാക്ഷൻ വിത്ത് എൻവയോൺമെന്റ്, അതിനകത്ത് നമുക്ക് എന്താണ് ബേസിക് എക്കോളജി, എൻവയോൺമെന്റ് ഒക്കെ പഠിക്കാനുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്താണ് യൂട്രോഫിക്കേഷൻ, എന്താണ് മീസോട്രോഫിക് വാട്ടർ, എന്താണ് ഒളിഗോട്രോഫിക്. ഓക്കെ, നമുക്ക് ഈ ഓപ്ഷൻസ് എല്ലാം നോക്കി പോകാം. ഒളിഗോട്രോപിക് എന്ന് പറഞ്ഞാൽ ക്ലിയർ വാട്ടർ, അതായത് വെള്ളത്തില് ലോവർ ന്യൂട്രിയൻ കണ്ടന്റ്, ഒരുപാട് എക്സസ് ന്യൂട്രിയൻസ് ഒന്നുമില്ല, സാധാരണ ആയിട്ടുള്ളതാണ് ഒളിഗോട്രോപിക്. ഓക്കെ, ദെൻ മീസോട്രോഫിക് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലി ക്ലിയർ ആയിരിക്കും, ചെറുതായിട്ടുള്ള, അതായത് കുഴപ്പമില്ലാത്ത വെള്ളം, ഒരുപാട് ന്യൂട്രിയൻസ് ഇല്ല എന്നാൽ ന്യൂട്രിയൻസിന്റെ അളവുണ്ട്, അതാണ് മീസോട്രോഫിക് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ക്ലിയർ വാട്ടർ. ഓക്കെ, യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി ന്യൂട്രീഷ്യൻസിന്റെ അളവുള്ള വെള്ളമാണ് യൂട്രോഫിക് വാട്ടർ ബോഡീസ്. അവിടെ നിന്ന് ഒരുപാട് ആൽഗൽ ബ്ലൂംസ് ഉണ്ട്. നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാടുള്ള ഈ അഴുക്ക് നിറഞ്ഞ നദികളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പായല്, ആൽഗേസ് ഇതിനെയൊക്കെ കാണാൻ സാധിക്കും. വൈ? ബിക്കോസ് ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ട് ഈ ആൽഗേസ് ഒരുപാട് ഈ വാട്ടർ ബോഡീസിൽ ഗ്രോ ആകും. ഹൈ ന്യൂട്രിയൻ കണ്ടന്റ് ആൻഡ് ഡിക്രീസ്ഡ് ഓക്സിജൻ. ഓർത്തിരിക്കുക, ഒളിഗോട്രോപിക് വാട്ടർ ബോഡി ആണെങ്കിൽ അവിടെ എന്താണ്? ന്യൂട്രിയൻസിന്റെ അളവ് കുറവായിരിക്കും, ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും. യൂട്രോഫിക് വാട്ടർ ബോഡി ആണെങ്കിൽ അവിടെ ന്യൂട്രിയൻസിന്റെ അളവ് കൂടുതലായിരിക്കും, അറ്റ് ദ സെയിം ടൈം ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. നമുക്ക് തിരിച്ചു മറിച്ച് ഓർക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, യൂട്രോഫിക് വാട്ടർ ബോഡീസിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണ്, കൂടുതലല്ല, അങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചാൽ നമ്മൾ ലോജിക്കലി ഗസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആൻഡ് ഇറ്റ്സ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, യൂട്രോഫിക്കേഷൻ. ഈ ഡൈട്രോഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ട്രോഫിക് ആയിട്ടുള്ള വാട്ടർ ബോഡീസിൽ അസിഡിക് കൗണ്ട് കൂടുതലായിരിക്കും. ഒരുപാട് ഈ വാട്ടർ തന്നെ ഒരുപാട് ന്യൂട്രിയൻ കമ്പൗണ്ട് കൂടി 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 അതൊരു അസിഡിക് ഫോമിലേക്ക് ആയി മാറും. അവിടെ ഏതർ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ നോട്ട് സൾഫ്യൂരിക്, സൾഫർ ആസിഡ്, നൈട്രസ് ആസിഡ്, നോർമൽ വാട്ടറിന്റെ pH ലെവൽ കുറഞ്ഞു കുറഞ്ഞ് ഒരു അസിഡിക് നേച്ചറിലേക്ക് എത്തിച്ചേരും. ഫുള്ളി ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി ആയിരിക്കും ഡിസ്ട്രോഫിക്കേഷൻ ഉള്ള വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? നിങ്ങൾ ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഇത് ഓർത്തിരുന്നാൽ മതി. എന്താണ് ഒളിഗോട്രോപിക്? ഒളിഗോട്രോപിക് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. മീസോട്രോപിക് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ക്ലിയർ അല്ല, കുറച്ച് ന്യൂട്രീഷ്യൻസിന്റെ മീഡിയം ലെവലിൽ ന്യൂട്രിയൻ കണ്ടന്റ് ഉണ്ട്. യൂട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ലെവൽ ആയിട്ടുള്ള ന്യൂട്രിയൻ കമ്പോണന്റ് ആണ്. അതുകൊണ്ട് വെള്ളത്തിലെ ഓക്സിജൻ ഡിമാൻഡ് കുറഞ്ഞ് ഒരുപാട് ആൽഗേസ് അവിടെ വളരുന്നുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് ഈ ഡിസ്ട്രോഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈപ്പർട്രോഫിക് എന്ന് പറയുന്ന സ്റ്റേജ്. ഇതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഒരു യൂട്രോഫിക്കേഷൻ സംഭവിച്ച ഒരു വാട്ടർ ബോഡിയാണ്. അപ്പൊ നോർമലി ഇവിടെ വാട്ടറിലെ ഓക്സിജൻ ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞ് വാട്ടർ ഒരു അസിഡിക് നേച്ചറിലായിരിക്കും ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എയർ പൊല്യൂട്ടൻസ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോഗ്? ഏതാണ്? സോ ഇറ്റ് ഈസ് അഗെയിൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്, സ്മോഗ്. ഓക്കെ, നമുക്ക് എന്താണ് സ്മോഗ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്മോഗ്? നമുക്ക് 2 ടൈപ്പിലുള്ള സ്മോഗ് ആണുള്ളത്. ആ 2 സ്മോഗ് അത് ഏതൊക്കെ കമ്പോണൻസ് ആണ് ആ സ്മോഗ് ക്രിയേറ്റ് ചെയ്യുന്നത്?
പക്ക നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പോർഷൻ ആണ്. ഇത് നമ്മൾ എലിമിനേറ്റ് ചെയ്യാനേ പാടില്ല. സ്മോഗ് ഏതാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗിന് കാരണമാകുന്ന എയർ പൊല്യൂട്ടന്റ്? ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യാം. നമുക്ക് സ്മോഗ് എന്താന്ന് നോക്കാം. സ്മോക്ക് ഈസ് എൻ എയർ പൊല്യൂഷൻ ദാറ്റ് റെഡ്യൂസ് വിസിബിലിറ്റി, അല്ലെ? ഒരു മൂടൽ പുക, മൂടൽ മഞ്ഞ്, ഇതിനാണ് നമ്മൾ സ്മോഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ സ്മോഗ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് എറിസോൾ ആണ്. അതായത് സ്മോക്കും ഫോഗും കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് തരത്തിലുള്ള സ്മോഗ് ആണുള്ളത്. ഒന്ന് ഫോട്ടോ കെമിക്കൽ സ്മോഗും ഒന്ന് സൾഫറസ് സ്മോഗും. ഓക്കെ, ഫോട്ടോ കെമിക്കൽ സ്മോഗിന് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലോസ് ആഞ്ചലസ് സ്മോഗ് ആൻഡ് സൾഫ്യൂരിയസ് സ്മോഗിന് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലണ്ടൻ സ്മോഗ്. അങ്ങനെ ഓർത്തിരിക്കുക. ചില സമയത്ത് അവര് ഈ സൾഫ്യൂരിയസ് സ്മോഗ് എന്ന് യൂസ് ചെയ്യാതെ ലണ്ടൻ സ്മോഗ് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, എന്താണ് സൾഫ്യൂരിയസ് സ്മോഗ്? ഇറ്റ് റിസൾട്ട് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ സൾഫർ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുന്നത് കൊണ്ട് സ്മോഗ് ആയിട്ട് വരുന്നതാണ് സൾഫർ സ്മോഗ്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് നോർമലി സിറ്റീസിൽ കാണുന്ന പ്രശ്നമാണ്. നമ്മൾ എവിടെ പോയാലും ഒരു മൂടൽ. ഇപ്പൊ ഡൽഹി പോലുള്ള സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ളൊരു നമ്മൾ ആകാശമൊക്കെ ഒരു ഓറഞ്ച് കളറിലായിട്ടൊരു മൂടൽ കാണാറുണ്ട്, മഞ്ഞ കളറിലെ പുക. ഇതാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റിസൾട്ട് വെൻ പൊല്യൂട്ടൻസ് സച്ച് എസ് നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് വോളറ്റൈൽ ഓർഗാനിക് കമ്പൗണ്ട്സ്. നമ്മൾ എയർ പൊല്യൂഷനിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് വോളറ്റൈൽ ഓർഗാനിക് കമ്പൗണ്ട്സ്, എന്താണ് നൈട്രജൻ ഓക്സൈഡ്സ്. ഓക്കെ, റിയാക്ട് ടുഗദർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ദെൻ ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഈസ് ഫോംഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രോപ്പോസ്ഫെറിക് ഓസോൺ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ. അത് വളരെ ഹാർംഫുൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഈ നൈട്രജൻ ഓക്സൈഡും വോളറ്റൈൽ ഓർഗാനിക് കമ്പൗണ്ടും ചേർന്നത്, സൺലൈറ്റും കൂടെ ചേർന്നിട്ട് എന്താണ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഉണ്ടായി അവിടെ ഒരു പുക പോലെ മാറ്റുന്നതിനെയാണ് ഈ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. അപ്പം സിറ്റീസിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ഫോഗാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഓക്കെ, cities generally occur in urban areas that have large number of nitrogen emitting sources. ഓർത്തിരിക്കുക, ഫോട്ടോ കെമിക്കൽ സ്മോഗ് നൈട്രജൻ, sulfurous smoke it is sulfurous smoke, not sulfuric, it's sulfurous smoke sulfur. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ആൻസർ ചെയ്യാമല്ലോ. നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് അല്ല, മീഥേൻ അല്ല, ഓക്സൈഡ്സ് ഓഫ് സൾഫർ അല്ല, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഫോട്ടോ കെമിക്കൽ സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജന്റെ ഓക്സൈഡും വോളറ്റൈൽ ഓർഗാനിക് കമ്പൗണ്ടൻസും ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് അങ്ങനെ റിയാക്ട് ചെയ്തിട്ട്, മൂന്നും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് ലെയറിൽ ഓസോൺ ഫോം ആകും. ആസ് എ റിസൾട്ട് എന്താണ്? അവിടുത്തെ വിസിബിലിറ്റി ഒക്കെ മാറി ഒരു ബ്ലർ ആയിരിക്കും, മൊത്തം പുക പോലെ ആയിരിക്കും കാണുന്നത്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് സ്മോഗ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു നമുക്ക് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വന്നത്. ടിപ്പിക്കലി എക്സാമിന് ചോദിക്കാറുള്ളത് ഇതിൽ ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, ഇതിൽ ഏതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ല, ഇതിൽ ഏതാണ് റോങ് ഓപ്ഷൻ. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നോർമലി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ നിന്നും മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ നിന്നും വരാറുള്ളത്. വളരെ റെയർ ആയിട്ട് മാത്രം എത്ര എണ്ണം ഉണ്ട്, അല്ലെ ഇതിൽ എത്ര അജണ്ട എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുള്ളൂ. മോസ്റ്റ്ലി ഇതുവരെ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ നിന്നും മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിൽ ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കവർ ചെയ്യുന്നത്, ഇതിൽ ഏതൊക്കെയാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് കവർ ചെയ്യുന്നത്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ്. ഇതിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ 3 ഹ്യൂമൻ റൈറ്റ്സ്. ഓപ്ഷൻ 3 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ ഇല്ല. ഓക്കെ, ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിലുള്ളത് എന്താണ്? ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി. നമ്മൾ ഈ മില്ലേനിയം ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ പോവർട്ടി കുറയ്ക്കണം, ഇത് എന്താണ് റെഡ്യൂസ് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? സീറോ ഹങ്കർ, എന്താണ് എലിമിനേറ്റ് പോവർട്ടി. വളരെ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഓക്കെ, സോ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. Then achieve universal primary education, promote gender equality and empower women, reduce child mortality, improve maternal health, then combat with HIV, AIDS, malaria and other diseases,
ensure environmental sustainability, global partnership for development. ഈ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ് നമ്മുടെ ലാസ്റ്റ് 17ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും സെയിം തന്നെയാണ്. ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ വെൽ ഡിഫൈൻ ആയിട്ട് എന്താണ് മോഡിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ വെൽ ആക്യുറേറ്റ് ആയിട്ട് റീഡിഫൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉള്ളത്. ഓക്കെ, ഓർത്തിരിക്കുക, നമുക്ക് 8 മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും ആണ് ഉള്ളത്. എഗെയിൻ നമ്മൾ പറഞ്ഞ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, നമുക്ക് ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ, പാരീസ് അഗ്രിമെന്റ്, ഇതിൽ നിന്ന് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻസർ ചെയ്തോ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോളൂ. ഇതിന്റെ ഓസോൺ ഡിപ്ലീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് പ്രോട്ടോകോൾ ആണ്? ഒബ്വിയസ്ലി ഓപ്ഷൻ എ അപ്പം സി ആണ്. പാരീസ് അഗ്രിമെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. എന്താണ് ഇതിനകത്ത് നമുക്കറിയാം മോൺട്രിയൽ പ്രോട്ടോകോള്, പാരീസ് അഗ്രിമെന്റ്, ക്യോട്ടോ പ്രോട്ടോകോള്, ഇത് വാട്ടർ മാനേജ്മെന്റുമായിട്ട് ഇതിന് റിലേഷൻ ഇല്ല. ഓക്കെ, ഇത് നമ്മൾ കൂടുതലായിട്ട് ഇത് എമിഷൻസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. ഓക്കെ, സോ ക്യോട്ടോ പ്രോട്ടോകോൾ എമിഷൻ ട്രേഡ് നമുക്കറിയാം. പാരീസ് അഗ്രിമെന്റും ക്യോട്ടോ പ്രോട്ടോകോളും എന്താണ് വാട്ടറുമായിട്ടുള്ള അല്ല, വാട്ടർ മാനേജ്മെന്റ് അല്ല. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ 3 എന്താണ്? ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ്. Then we have Paris Agreement and Kyoto Protocol. So Paris Agreement ഓർത്തിരിക്കിട്ട് aims to reduce global greenhouse gas emission and effort to limit the global temperature increase by the century to well below 2 degrees Celsius and above pre-industrial level. Same time ക്യോട്ടോ പ്രോട്ടോകോൾ വായിച്ചു നോക്കി. ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നുന്നില്ല ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നോർമലി ഒരു എമിഷൻ റെഡ്യൂഷൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ക്യോട്ടോ പ്രോട്ടോകോൾ, ഓരോ കൺട്രിക്കും സ്പെസിഫിക് ടാർഗറ്റ് കൊടുത്തിട്ട് വന്നിട്ടുള്ളതാണ് പാരീസ് അഗ്രിമെന്റ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഒരു കാരണവശാലും ഈ പാരീസ് അഗ്രിമെന്റ്, മോൺട്രിയൽ പ്രോട്ടോകോള്, ക്യോട്ടോ പ്രോട്ടോകോള്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ദെൻ ദിസ് വൺ ഓൾസോ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ,